സംവിധായകൻ രഞ്ജിത്തിന് എതിരായ പശ്ചിമബംഗാൾ നടിയുടെ പരാതിയിൽ സംവിധായകൻ ജോഷി ജോസഫുമായി പ്രത്യേക അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി. കൊച്ചി കത്രിക്കടവിലെ ഹോട്ടലിലാണ് തെളിവെടുപ്പ് നടത്തിയത്. നടി മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നതായി തന്നോട് പറഞ്ഞതായി ജോഷി ജോസഫ് പറഞ്ഞു. ഈ ഹോട്ടലിലാണ് അവർ താമസിച്ചിരുന്നത്. ഇതിന്റെ തൊട്ടടുത്തുള്ള DD നെസ്റ്റ് എന്ന് പറയുന്ന ഫ്ളാറ്റിലാണ് ഈ സംഭവം ഉണ്ടായത്. അതിന് തൊട്ടപ്പുറമുള്ള DD നെസ്റ്റ്. അപ്പോൾ അവർ കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് അവരുടെ മുറിയിലുള്ള സമയത്ത് അതിന്റെ പ്രൊഡ്യൂസർ സുബൈർ എന്ന് പറയുന്ന ആള് ഈ മുറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ എല്ലാം തെളിവുകളും മറ്റും എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം എന്നെ ഇവിടെ കൊണ്ടുവന്നത്. സുബൈർ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറാണ് ഇവർക്ക് ടിക്കറ്റ് അയച്ചു കൊടുത്തിട്ടുള്ളത്. കൽക്കട്ടയിൽ നിന്ന് കൊച്ചിക്കുള്ള ടിക്കറ്റ് അയച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം അവർക്ക് തീയതിയും സമയവും എല്ലാം വെരിഫൈ ചെയ്യാനായിട്ട് മതിയാകുന്ന കാരണങ്ങളാണ്. കാലത്താണ് ഞാനിവിടെ വന്ന് ഇവരെ കാണുന്നതും ഞാൻ ഇവരെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകുന്നതും. സുബൈറാണ് വണ്ടി അയച്ചതെന്ന്. അതിനുശേഷം വൈകുന്നേരത്തേക്ക് അവർക്ക് ഫ്ലൈറ്റിന് ടിക്കറ്റ് അയച്ചു തരാം, ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് ശരിയാക്കി കൊടുത്തില്ല. അവർ തന്നെ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് പോവുകയാണ് ചെയ്തത്. അതേസമയം അമ്മ സംഘടനയുടെ ഓഫീസിൽ വീണ്ടും പോലീസ് പരിശോധന നടത്തി. ആരോപണ വിധേയരായിരുന്നവർ ഭാരവാഹികൾ ആയിരുന്ന കാലത്തെ രേഖകൾ അന്വേഷണ സംഘം ശേഖരിച്ചു. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ ചേരുന്നുണ്ട്. അശ്വിൻ, എങ്ങനെ അന്വേഷണം പുരോഗമിക്കുന്നു ഇക്കാര്യങ്ങളിലൊക്കെ? ലൈംഗികാരോപണ പരാതികളിൽ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നു. അത് വേഗത്തിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് പലയിടങ്ങളിൽ തെളിവെടുപ്പ് നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് പശ്ചിമ ബംഗാൾ നടിയുടെ പരാതിയിൽ രഞ്ജിത്തിനെതിരായ പരാതിയിൽ രഞ്ജിത്തിന്റെ ഫ്ളാറ്റിനോട് ചേർന്ന് ഈ നടി താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിൽ ഇന്ന് പരിശോധന നടത്തിയത്. അന്ന് രഞ്ജിത്തിൽ നിന്നും ദുരനുഭവം ഉണ്ടായതിന്റെ തൊട്ടടുത്ത ദിവസം സംവിധായകൻ ജോഷി ജോസഫുമായി ഈ നടി കൂടിക്കാഴ്ച നടത്തിയതും തനിക്കുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞതും ഈ ഹോട്ടലിൽ വെച്ചാണ്. അവിടെയാണ് ഇന്ന് നിർണായകമായ പരിശോധന നടത്തിയത്. അവിടെ അന്ന് ആ കാലത്തുണ്ടായിരുന്ന രജിസ്റ്റർ അടക്കം പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ നടിയെ കേരളത്തിൽ എത്തിച്ച ഈ ഹോട്ടലുകളിൽ സംഭവം ഉണ്ടായെന്ന് പറയുന്ന രഞ്ജിത്തിന്റെ ഫ്ളാറ്റിലടക്കം പരിശോധന ഉണ്ടാകുമെന്നും അന്വേഷണ സംഘം പറയുന്നുണ്ട്. ഒപ്പം അമ്മയുടെ ഓഫീസിലും സമാന്തരമായ അന്വേഷണവും നടക്കുന്നുണ്ട്. അശ്വിൻ പാലാഴിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.